വെൽക്കം ടു ലേൺ പി എസ് സി വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അത് ശരിയാണ്. അടുത്ത പ്രസ്താവന, സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന, സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2, 4 എന്നിവ ശരി. ദുരന്ത നിവാരണ അതോറിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അത് നോക്കാം. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2007 മെയ് 4 ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം 2007 പ്രകാരം വന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പരമാവധി അംഗങ്ങൾ എത്രയാണ്? 10 പേരാണ്. ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായിരിക്കും. അതിന്റെ CEO എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് ടുവേർഡ്സ് ദി സേഫർ സ്റ്റേറ്റ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. അദ്ദേഹം തന്നെയായിരിക്കും കൺവീനറായിട്ടും വരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വിഭാഗം അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി എന്നിവരൊക്കെ ആയിരിക്കും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. അത് ശരിയാണ്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അതിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. അതിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അവയിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നെക്സ്റ്റ്, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് നീതിന്യായ വിഭാഗം. അതിലുൾപ്പെടുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നവ ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അത് എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം, അവ ഉൾപ്പെടുന്നുണ്ട്. അന്യായമായ അറസ്റ്റിൽ നിന്നുമുള്ള സംരക്ഷണം, അതും അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സ്വാതന്ത്ര്യമായി ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം, അത് മൗലികാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2, 3. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശവും അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള അവകാശവും. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത്. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിയമാവകാശമാക്കി മാറ്റി.
ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A-യിൽ 12ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഇതിൽ സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള അവകാശങ്ങളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 19A വരുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19B നിരായുധരായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19C സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19D ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19E ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19G ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 22 അന്യായമായ അറസ്റ്റിനും തടങ്കൽ കരുതലിനുമെതിരെയുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2, 3. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനിക വൽക്കരണം. ഓരോ പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച. 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6 കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി ആധുനിക വൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8 മാനവശേഷി വികസനം. 9 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി മഹനലോബിസ് മാതൃക. 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മാതൃക. 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മാതൃക. 9 ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായ പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്